എന്താണ് പ്രാപഞ്ചികമായ ഉള്ളിലായാലും പുറത്തായാലും വ്യത്യാസം? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള പിന്നെ പല സുന്നി വിശ്വാസക്കാരായ ആളുകൾ അവർ മഹാന്മാർ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. മുജാഹിദുകൾ അങ്ങനെ പൊതുവിൽ എന്ത് ചെയ്യാറില്ല, അങ്ങനെ വിശ്വസിക്കാറില്ല. ദൈവം മാത്രമാണ് നമ്മളെ ആ നിലക്ക് സഹായിക്കുകയും ഉപദ്രവിക്കാനൊക്കെ ഉള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ്. പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്തുനിന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും. പക്ഷേ പല ഈ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അകത്തുള്ള ജിന്നുകൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് മിസ്റ്റർ ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ആ സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു പിന്നെ ഏത് അർത്ഥത്തിൽ ജിന്നുകൾ സഹായിക്കും അവിടെയാണ് പറഞ്ഞത്. അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം പിന്നെ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം, അല്ലെങ്കിൽ ഖുർആനിൽ വേണം. അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നുകളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളിൽ നിന്ന് സഹായം തേടരുത് എന്ന് തന്നെയാണ് കയനം പറയുന്നത്. അതെ, തേടരുതെന്ന് മാത്രമല്ല അത് ഈ പ്രാപഞ്ച വ്യവസ്ഥക്ക് അപ്പുറത്താകുന്നത് കൊണ്ട് ഷിർക്കാകും എന്ന് പറയുന്നു. വിസ്ഡം പറയുന്നത് കുറച്ചുകൂടി എല്ലാം ഷിർക്കാവില്ല, ഷിർക്കാവുന്നതാണ് ഭൂരിപക്ഷവും. പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു ജിന്നിനോട് പിന്നെ അങ്ങനെ ആ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഷിർക്കാവുകയില്ല എന്നുള്ളതാണ്. എല്ലാം ഷിർക്കാവില്ല, നിരുപാധികം ഷിർക്ക് ആവുകയില്ല എന്ന് വിസ്ഡവും, നിരുപാധികം ഷിർക്കാണ് എന്ന് കേനവും പറയുന്നിടത്താണ്. നിങ്ങളുടെ റൂട്ട് തെറ്റാണ്, നിങ്ങൾ പോകുന്ന പോക്ക് തെറ്റാണ്, വിസ്ഡം വാദത്തിന്റെ അഖീദ തെറ്റാണ്. കാരണം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല, ഹറാമേ ആവുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം. അത് തെറ്റാണ്. ജിന്നിനോട് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടിട്ട് അവിടെ പരിസരത്തെവിടെങ്കിലും ഒരു ജിന്ന് ഉണ്ടാവും എഴുതിയിട്ട് എന്നെ സഹായിക്കണേ ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. മുജാഹിദുകൾക്ക് ഇതിൽ രണ്ടഭിപ്രായമില്ല, മുജാഹിദുകൾക്ക് ഇതിൽ തർക്കല്ല, ആശയക്കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 10 വിസ്ഡംകാരന് ഒരുമിച്ചിരുത്തിയിട്ട് ഇതിലൊരു നിലപാട്, 10 വിസ്ഡംകാരന്റെ വായ കൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരേ നിലപാട് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ, വിസ്ഡം മുന്നണിയുടെ കൂടെ ഞങ്ങൾ കൂടും. ബോധമുള്ള, വിവരമുള്ള, അറബി അറിയുന്ന, ഖുർആൻ അറിയുന്ന, ആയത്തറിയുന്ന, ഹദീസ് അറിയുന്ന 10 വിസ്ഡംകാരനെ നിരത്തിയിരുത്തിയിട്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാൻ ഒരു 10 വിസ്ഡംകാരൻ, ആദർശപരമായ ചങ്കൂറ്റമുള്ള ഒരു 10 എണ്ണം കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടും. ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്തേ അങ്ങനെ ആയത്? ഒരു സംഘം പണ്ഡിതന്മാരില്ലാണ്ടാണോ? നമ്മളെപ്പോലെ, നമ്മളെക്കാൾ ഉച്ചത്തിൽ, നമ്മളെക്കാൾ ആവേശത്തിൽ സമസ്തക്കെതിരെ തൗഹീദ് പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഷിർക്കിനെതിരെ പൊരുതിയവർ അവർ നിശബ്ദരാവുകയാണ്, തകർന്നു പോവുകയാണ്. എവിടെ അപകടം സംഭവിക്കുന്നത്? എവിടെയാണ് ജീർണത സംഭവിക്കുന്നത്? വിശ്വാസത്തിലാണ്, അഖീദയിലാണ് ജീർണത വരുന്നത്. നമ്മൾ ഭയപ്പെടണം. ആർക്കെങ്കിലും അല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെക്കാൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞവർ ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന് വലിയ വേദികൾ ഒരുക്കിയിട്ട് സമസ്തയുടെ ദർഗാ പൂജകൾക്കെതിരെ, ശിർക്കനാചാരങ്ങൾക്കെതിരെ, ഖബർ പൂജകൾക്കെതിരെ നമ്മൾ വലിയ പോരാട്ടം നടത്തിയവർ. ആ പോരാട്ടം നടത്തുമ്പോ നമ്മൾ മുന്നിൽ നിർത്തിയ മുന്നണി പോരാളികളുടെ വായിൽ നിന്നാണ് ജിന്നിനോടുള്ള സഹായത്തട്ടം ഷിർക്കാണോ അല്ലേന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ മൗനം അവലംബിക്കുന്ന ദയനീയമായ, ദുരന്തപൂർണമായ കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത്. അതെ, വലവ് സമയവും മസ്തജാബുലക്കും അതിന്റെ പരിധിയിൽ ജിന്ന് പെടുന്നതിന് ഇതുവരെ പറഞ്ഞിരുന്നു. ഇപ്പോ ജിന്ന് പെടൂല എന്നുള്ളടത്ത് എത്തിയിട്ടുള്ളത്. ഓല് പറയാം, നമ്മളെ വാദം മൺമറഞ്ഞു പോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്ന ഷിർക്കാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ജിന്ന് പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമല്ല. മൗലവി ജീവിച്ചിരിക്കുന്ന ജിന്ന് പെടൂല എന്ന വിഷയത്തിലാ തർക്കം. മനസ്സിലായില്ല? മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ജിന്ന് എന്നത് അദൃശ്യമാണ്, അഭൗതികമാണ്. ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ്. ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇസ്തിഹാസ പറയുന്നത്, അതാണ് ഷിർക്ക്. അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ്. മനസ്സിലാക്കണം, അഭൗതികമായ നിലക്ക് അബ്ദുൽ ഹക്ക് സുലൈമിന്റെ പുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ട്. മരിച്ചുപോയവരോട് തേടുന്നത് മാത്രമല്ല ഷിർക്ക്, മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ഷിർക്ക, ജിന്നിനോട് ചോദിച്ചാലും ഷിർക്ക, അത് മലക്കിനോട് ചോദിച്ചാലും ഷിർക്ക. ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. കാരണം ജിന്ന് അദൃശ്യമാണ്, ജിന്ന് അഭൗതികമാണ്. അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ 6ാമത്തെ വളവെന്ന് പിന്നെ ബസിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുഞ്ഞീതുമതിന് പറഞ്ഞത്. പാവം കുഞ്ഞീതുമന് മരിച്ചുപോയപ്പോൾ
നിങ്ങൾ വാദം മാറ്റി. നിങ്ങൾ പറഞ്ഞു ഏത് 6ാമത്തെ അളവിൽ നിന്ന് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിൽ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് ശിർക്കാവുള്ളൂ. അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടത് ചോദിച്ചാലോ പ്രശ്നമല്ല. എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീഫ കായക്കൊടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോടെ എഴുതേണ്ടി വന്നത്. നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിന് ജിന്നുപെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമെന്ന്. നിങ്ങൾക്ക് ധൈര്യം എഴുതി മുജാഹിദികൾ തൗഹീദ് എന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമ്മളെ തൗഹീദിലേക്ക് വരാം. പിന്നെ അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല. യാ ഇബാദല്ലാഹു എന്ന് ശിർക്കല്ല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും മുഖ്യമായ കാരണം, ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും. ആ യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്. അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്. ഇമാമികളൊന്നും ചാർത്ത് പോയിട്ടില്ല, ഇമാമികളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാ ഇബാദല്ലാഹി അഈനു എന്നത് ചെയ്തു, അത് ഇമാമികൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാമികൾ ഒരിക്കലും ശിർക്ക് ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശിർക്കല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു. എന്നാൽ പൊന്നു മുജാഹിദീങ്ങളെ, നിങ്ങളോട് നമ്മൾ പറയട്ടെ, ഇമാമികൾ ഒരുപാട് ചാർത്തുകൾ പോയത് ഞങ്ങൾ കാണിച്ചരാ, സഹാബികൾ പോയത് കാണിച്ചരാ, അതിന് താബീങ്ങൾ പോയത് കാണിച്ചരാ, 14 നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചരാ. എന്നാൽ നിങ്ങൾ ആ വാദം തിരുത്താൻ തയ്യാറാണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട, നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിയെ നേരിടാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2012 ഒരു തൗഹീദ്, 2013 വേറെ തൗഹീദ്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ എഴുതാത്ത വാദം? നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു, എന്തേ ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത്? നിങ്ങൾ ഒരു വൺവേണത്, ഇത് ഞങ്ങൾക്കൊരു വാദം നിങ്ങൾക്കൊരു വാദം, രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ഇത് വാദപ്രതിവാദക? നിങ്ങൾ പറഞ്ഞു യാ ഇബാദല്ലയിൽ മഹാന്മാർ പെടൂല, ഞങ്ങൾ എഴുതിപ്പെടും. ഇതേപോലെ യാ ഇബാദല്ലയിൽ ശിർക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നു. എഴുതാൻ തന്റെ ഇടമുള്ള സക്കരിയാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുത്. ആൺകുട്ടികളാണെങ്കിൽ എഴുത്, ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരള നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങളോടാ ചോദിച്ചത്. സക്കരിയ സുലൈം 2 പുസ്തകവും ഞങ്ങൾ എടുത്തു. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ പുസ്തകം എടുത്തു, അൽമനാർ. അതുപോലെ തന്നെ നിങ്ങളെ ഇസ്ലാഹും എടുത്തു. ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, ജിന്നുപെടോ, മലക്കുപെടോ, മനുഷ്യൻ പെടോ, പറയണം നിങ്ങൾ സമൂഹത്തോട്. ജിന്നുപെടുമോ, മലക്കുപെടുമോ?